ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, എനിക്ക് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ ഫോണൊന്ന് കേടായിപ്പോയി. ഇതാണ്. അപ്പോൾ ഈ പുതിയൊരു ബ്ലോഗിൽ ഞാൻ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഫുട്ബോളിലൊക്കെ നോക്കിയൊരു മാച്ച് ഉണ്ടായിരുന്നു, ഫിഫ ക്ലബ് വേൾഡ് കപ്പിലെ ഒരു മാച്ച്. അതെ, ഞാൻ പറയുന്നതിന് മുന്നൊക്കെ നിങ്ങൾക്കറിയാം, PSG വേഴ്സസ് ഇന്റർ മിയാമി. ഓരോ ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കിയ ആ മത്സരം കഴിഞ്ഞു. PSG എതിരില്ലാത്ത 4 ഗോളിന് ഇന്റർ മിയാമിയെ പരാജയപ്പെടുത്തി. പക്ഷേ എന്തായിരുന്നു, ഇത് കളി തുടങ്ങുന്നതിന് മുന്നേ മെസ്സി വേഴ്സസ് PSG ആയിരുന്നു എല്ലാവരും കണക്ക് കൂട്ടിയത്. എല്ലാവർക്കും അറിയാം PSG എന്തായാലും ഇന്റർ മിയാമിയെ തോൽപ്പിക്കുമെന്ന്. എന്നാലും തോൽപ്പിക്കുന്ന എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ 10% ലിയണൽ മെസ്സി ഉണ്ടായിരുന്നത് കൊണ്ട് 90% PSG-ക്കും 10% ലിയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിക്കും കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ഇന്റർ മിയാമി പരാജയപ്പെട്ട് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്നു. അപ്പോൾ ഈ കളി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കളി തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും ഇന്റർ മിയാമി മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മിയാമി ജയിക്കും, ഞാൻ ഒരു മെസ്സി ഫാനാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ബോധമൊക്കെ ഉണ്ട്, എന്തായാലും ഇന്റർ മിയാമി പൊട്ടും, അങ്ങനെയൊക്കെ എനിക്ക് ചിന്ത, എനിക്ക് പ്ലേ മനസ്സിലായിരുന്നു. പക്ഷെ കളി കണ്ടപ്പോൾ ഒട്ടും വിശ്വാസം തോന്നിയില്ല ഇന്റർ മിയാമി ജയിക്കും. എന്ത് കളിയാണ് കളിക്കണേ. മെസ്സി ഒന്ന് ഈ ക്ലബിലേക്ക് വരാത്തതായിരുന്നു നല്ലത് എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പാസിങ് പോലും മെസ്സിൻ്റെ കൈമിലൊന്ന് ബോൾ എത്തിക്കാൻ പോലും ഇന്റർ മിയാമി പ്ലേയേഴ്സിന് കഴിയുന്നില്ല. ഒന്ന് ബോൾ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഇത്ര ബോൾ പൊസിഷനൊന്നും ഇന്റർ മിയാമിക്ക് ബോള് കുറച്ചു നേരം പോലും കയ്യിൽ വെക്കാൻ ഇന്റർ മിയാമിക്ക് കഴിയില്ല. ഇന്റർ മിയാമിൻ്റെ ഭാഗത്ത് വെക്കാൻ ഇന്റർ മിയാമിക്ക് കഴിയുന്നില്ല. ഒരു പേടി പോലാണ് ഇന്റർ മിയാമി കളിക്കുന്നത്. അത് PSG മുതലാക്കി. അങ്ങനെ 3 ഗോളും ഇന്റർ മിയാമി ഡിഫൻസിൻ്റെ മിസ്റ്റേക്കിലാണ് PSG നേടിയത്. ഇല്ലെങ്കിൽ 1-1 PSG ജയിക്കേണ്ട മത്സരമായിരുന്നു. നല്ല ഒരു അവസരം ലൂയിസ് സുവാരസിന് ലിയണൽ മെസ്സി ഉണ്ടാക്കി കൊടുത്തിരുന്നു, ഒരു പാസ്, ത്രൂ പാസ്. പക്ഷെ ലൂയിസ് സുവാരസിന് അത് ഗോളാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഒരു കണക്ക് കൂട്ടത്തിൽ അത് ഗോളായിരുന്നെങ്കിൽ 1-1 സമനിലയിൽ എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങുമായിരുന്നു. എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ ഒരു കണക്ക് കൂട്ടത്തിൽ ഞാനിപ്പോൾ മാച്ച് കണ്ടിരുന്നു. ആ മാച്ചിൽ 3 ഗോളും ഇന്റർ മിയാമി ഡിഫൻസിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് നേടിയത്. ഇല്ലെങ്കിൽ 1-1 സമനിലയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹക്കീമി നേടിയ ഒരു ഗോള് 1, PSG 1. പിന്നെ ലൂയിസ് സുവാരസിന് ലിയണൽ മെസ്സി ഒരു ത്രൂ ബോൾ കൊടുത്തു. ആ ഗോളായിരുന്നെങ്കിൽ 1-1 സമനിലയിൽ ചിലപ്പോൾ ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ 4-1 ഇന്റർ മിയാമിയെ പരാജയപ്പെടുത്തി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ ഒരു കളി ഇന്റർ മിയാമി കളിക്കുന്നത്, ആർക്കോ വേണ്ടിയിട്ട്. എന്തോ ബോൾ കിട്ടും, പിന്നെ PSG പ്ലേയേഴ്സിൻ്റെ കൈമ എത്തിക്കുന്ന പോലെ കളിക്കുക. അപ്പോൾ ഇത് മെസ്സി ടീമാൻസ് തന്നെ ആണോ എന്ന് എനിക്കൊരിതുണ്ട്. എന്തൊക്കെ ഒരു കളി കളിക്കും, എനിക്കെന്നെ മടുത്തു പോയി കളി കണ്ടിട്ട്. ഓരോ മിനിറ്റും 30-30 മിനിറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ ഗോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അവസാനം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 4 ഗോളിൻ്റെ മുന്നിൽ PSG. ഇപ്പോഴേ എനിക്ക് തോന്നി ഇനി ഇന്റർ മിയാമിക്ക് ഒരു തിരിച്ചു വരവില്ല. 4 ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീരെ ഒരു മാക്സിമം 2 ഗോള് ഇല്ലെങ്കിൽ 3 ഗോള് അതിൻ്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു മികച്ച കളിയാണെങ്കിൽ നമുക്ക് ഗോളടിച്ച് പോവാം. ഇന്റർ മിയാമിയെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു മികച്ച കളി കളിക്കാൻ ഇന്റർ മിയാമിക്ക് കഴിയില്ല. അതും യൂറോപ്യൻ മെമ്പർമാർക്കെതിരെ UCL ജദാവിനെതിരെ ഇന്റർ മിയാമിക്ക് കളിക്കാൻ കഴിയില്ല. അങ്ങനെ അപ്പം ഏകദേശം ഇന്റർ മിയാമി പുറത്തായി. മത്സരം
സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം. പിന്നെ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം ഒരു മുന്നേറ്റം ഇതൊക്കെ കണ്ട് ഇന്റർ മിയാമിയുടെ ഭാഗത്ത് ഗോളുകൾക്കുള്ള സാധ്യതയും കണ്ട്. അത് ആര്? ലിയണൽ മെസ്സി. അല്ലാണ്ട് ഇന്റർ മിയാമി പ്ലേയേഴ്സ് ഒന്നല്ല. ഇപ്പോൾ ഈ കളിയിലോട്ട് പോയാൽ ഇന്റർ മിയാമിയുടെ ഭാഗത്തുനിന്ന് PSG-ക്കെതിരെ ഷോട്ട് ഓൺ ടാർഗറ്റ് നേടിയത് ഈ ഗോൾ കീപ്പറിനെ കൂട്ടാണ്ടല്ലോ 10 പ്ലേയേഴ്സിൽ നിന്ന് ലിയണൽ മെസ്സി മാത്രമാണ് PSG-ക്കെതിരെ ഷോട്ട് ഓൺ ടാർഗറ്റ് നേടിയിട്ടുള്ളത്. 3 ഷോട്ടാണെന്ന് തോന്നുന്നു ലിയണൽ മെസ്സി PSG-ക്ക് എതിരെ നേടിയിട്ടുള്ളത്. അപ്പോൾ ലിയണൽ മെസ്സി മാത്രമാണ് ഷോട്ട് എടുത്തത്. ബാക്കി 9 ഇന്റർ മിയാമി പ്ലേയേഴ്സും ഷോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലായില്ല, മെസ്സി ഒറ്റയ്ക്ക് ഇന്ന് പൊരുതി PSG തോൽപ്പിക്കാൻ കഴിയില്ല. അതിത്ര വലിയ ഒരു ടീം. എന്നാലും മെസ്സി നല്ല പ്രകടനം ഈ മാച്ചിൽ കാഴ്ചവെച്ച് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരുന്നു. പോർച്ചുഗൽ താരമായ മെൻഡസിനെ മെസ്സി മറികടക്കുമെന്ന്. മെൻഡസിന് മെസ്സിയെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് അങ്ങനെയൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ സ്പെയിനിൻ്റെ യുവതാരമായ യാമിൽ യമാലിനെ ഒരു മുറുക്കി കെട്ടി ഒരു ചാൻസും മെൻഡസിനെ മറികടന്ന് പോകാൻ യമാലിനെ സമ്മതിച്ചിട്ടില്ല. അതേപോലെ റൊണാൾഡോ ടീമാണല്ലോ, സോറി. പിന്നെ അതിന് സലയും മെൻഡസിനെ മറികടന്ന് പോകാൻ മെൻഡസ് വിട്ടിട്ടില്ല. പിന്നെ അതിനു സാക്കനെ മെൻഡസിനെ വിട്ടു പോകാൻ മെൻഡസ് വിട്ടിട്ടില്ല. അത്രത്തോളം ഒരു മികച്ച ഡിഫൻഡറായി മെൻഡസ് അറിയപ്പെടുന്നു. അപ്പോൾ മെൻഡസ് തന്നെ പറഞ്ഞിരുന്നു, ഇവരൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലിയണൽ മെസ്സിയെ തടയാൻ എനിക്ക് കഴിയൂല. കാരണം എന്താ, ലിയണൽ മെസ്സിയെ തടയാൻ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ വലിയ കോടീശ്വരനായിരുന്നു മെൻഡസ് പറയുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ ചിരിയും വന്നുണ്ട്, സന്തോഷം വന്നുണ്ട്. അപ്പോൾ നമ്മൾ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ 3 തവണ മെൻഡസിനെ മറികടന്നിട്ട് മെസ്സി പോയിരുന്നു. അപ്പോൾ തന്നെ അറിയായിരുന്നു മെസ്സിയെ പോലത്തെ ഒരു മികച്ച താരം എതിർ ടീം ഡിഫൻഡറിനെ മറികടക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു. പക്ഷേ ഇന്റർ മിയാമി ശോകം പോലത്തെ ഒരു കളി കളിച്ചത്, എന്തോ ഒരു കളിയാണ് കളിച്ചത്. സാരമില്ല, എന്തായാലും ഇന്റർ മിയാമി ഗ്രൂപ്പ് സ്റ്റേജിൽ പൊട്ടിയില്ലല്ലോ, അതന്നെ ആശ്വാസം. നമ്മളെ അത്ഭുതപ്പെടുത്തി റൗണ്ട് ഓഫ് 16 കടന്നു. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പുറത്തായി. അൽ ഹിലാലി പരാജയപ്പെടുത്തി 3-4. അങ്ങനെയൊക്കെ പൊട്ടി. പിന്നെ ബ്രസീൽ ക്ലബ്ബ് പൊട്ടി. പിന്നെ ആള് പൊട്ടിയെന്ന് ഇന്ന് റയൽ മാഡ്രിഡ് വേഴ്സസ് യുവൻഡസ് മാച്ച് ഉണ്ടല്ലോ, അപ്പോൾ അത് കാണണം. ഇനി ആ മാച്ചിൽ ആരാ ഇന്ന് പുറത്താന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താണെന്ന് വിചാരിച്ചാൽ മെസ്സി ഇനി ഇന്റർ മിയാമിൽ തുടരണ്ടേ എന്നൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.